Aliens. എന്തുപരിപാടി? അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നെന്ന്. അവിടെ ചപ്പാത്തി ഇരിപ്പുണ്ട്, കറിയൊന്നുമില്ല. ചേച്ചിയുടെ കറി വാങ്ങിക്കാൻ വേണ്ടി വന്ന. എന്തിനാ കറി? മീൻ കറിയാ? അതെ, ഗ്രീൻ പീസ്. ഗ്രീൻ പീസാ? ഇവിടെ വെച്ചതോ? അമ്മയെ കൊണ്ട് ഇത് കൊടുത്തിട്ട് കൊല്ലാനുള്ള പരിപാടിയാണോ? എന്തുപറ്റി? എന്റെ ലില്ലിപ്പണ്ണ രാവിലെ ഇത് ഇടിയപ്പത്തിന്റെ കൂടെ കഴിച്ച് ഗ്യാസ് കയറി വർക്ക്ഷോപ്പിൽ ഇരിക്കാൻ വയ്യ, കട്ടിലേക്ക് കിടക്കുമ്പോ ഞാൻ അനുഭവിച്ച പാടെ എനിക്ക് അറിയത്തുള്ളൂ. എന്താ 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 ഈ ഗ്രീൻ പീസ് കഴിച്ച് ഗ്യാസ് കയറി വയറും വരുത്തും മുതുവും വരുത്തും. വേറെ വല്ലതും കഴിച്ചിട്ടായിരിക്കും. ഇവിടുന്ന് ഇത് കഴിച്ചതിന് ശേഷം തുപ്പലേ ഇറക്കിയിട്ടില്ല. അല്ല അല്ല, ഒന്നും നീങ്ങിക്കേടി. ഗ്രീൻ പീസ് കഴിച്ചിട്ട് നിനക്ക് എന്ത് പറ്റിന്ന്? ഗ്യാസ് ഗ്രീൻ പീസ് ഗ്യാസ് കയറി ഉരുണ്ട് കയറി ഇവിടെ അല്ലാതെ വല്ലാത്ത തലവരും. ഇത്ര നേരമായിട്ട് നീ പറഞ്ഞില്ലല്ലോ. പറയാൻ ഞാൻ ഇത് അതൊന്നുമല്ല, വർക്ക്ഷോപ്പിന്റെ അടുത്ത കടയിൽ നിന്ന് എന്തോ കയറി കഴിച്ചിട്ട്. എന്റെ ലില്ലിപ്പണ്ണെ പൊന്നെ ഒന്നും കഴിച്ചിട്ടില്ല, ഗ്യാസ് കയറി ഇരിക്കാൻ പിന്നെ കൊള്ളാടാ നീ. ഇവനൊക്കെ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കണതും പോലെ കുറ്റം പറയുന്നല്ലേ? കുറ്റം പറഞ്ഞല്ല, ഇതിനകത്ത് നിങ്ങൾ എന്തോ ചില ദിവസങ്ങളിൽ ചില ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അങ്ങനെ വരും. അല്ല ലില്ലി, ഞാൻ ഇനി മുതൽ ഒന്നും ഉണ്ടാക്കുന്നില്ല. നീ കടയിൽ പോയി കഴിച്ചോ, കടയിൽ പോയി കഴിച്ചോ. ഇതിപ്പോ ഇതിനകത്ത ഗ്യാസ് അല്ലേ പറഞ്ഞുള്ളൂ, താങ്കളെ അല്ലല്ലോ പറഞ്ഞത്. ഗ്യാസ് ഗ്രീൻ പീസ് കഴിച്ചാൽ ഞാൻ ഉണ്ടാക്കിയ കറിയല്ലേ ഇത്? ഞാൻ ഉണ്ടാക്കിയ കറിയല്ലേ? നീ രാവിലെ കഴിച്ച് ഞാനും രാവിലെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അത് വരത്തില്ലല്ലോ, തള്ള ചേട്ടി പിള്ളക്ക് കേടില്ലല്ലോ. നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ കറിക്ക് എങ്ങനെ വരും? എനിക്ക് തോന്നുന്നത് ഗ്യാസ് ആണ് തോന്നുന്നത്. ഒരു കുഴപ്പമില്ലടി, നീ തിന്നു നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമില്ല. അല്ല, അമ്മയ്ക്ക് കൊടുക്കാനുള്ളതുണ്ട്, അല്ലെങ്കിൽ അമ്മ പച്ചക്ക് കഴിക്കട്ടെ. എടി കൊണ്ടോയിക്കോടില്ലേ, നമ്മക്കാണെ കുഴപ്പമില്ല ചേച്ചി, വയറുവേന. എനിക്കല്ല, അമ്മയ്ക്കാ. കുഴപ്പമില്ലല്ലേ, കൊടുത്തോട്ടെ. വേണ്ട, ആലോചിച്ചിട്ട് അത് സാരമില്ല. പ്രായമായ അമ്മയോ ഇച്ചിരി ജലൂസിൽ എങ്ങാനും കൊടുക്കാൻ നിക്കേ. കഴിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റില്ല. അയ്യോ, ഉണ്ണിപ്പോടുന്നു എന്തേ എന്തേ കഴിക്കാൻ? എന്തിന്? പശുവിന് ഗ്യാസ് ഗ്യാസ്. ഉണ്ണിപ്പത്തി ഗ്യാസ് ഇല്ല. ഇല്ല, എനിക്ക് നീ ഇനി ഒന്നും കഴിക്കണ്ട. ഇനി നീ ഇവിടുന്ന് കഴിക്കോ? നീ ഇവിടുന്ന് കഴിക്കോ? മധുരം ചെന്നാലും തങ്ങി നിന്ന ഗ്യാസ് അങ്ങ് ഇതിലേക്കിടങ്ങ് പോയേനെ. തമാശ പറഞ്ഞാൽ എനിക്കറിയാം. നീ അങ്ങനെ കഴിക്കണ്ട കേട്ടോ. സത്യം പറ, അതിന് ഗ്യാസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇത് കഴിച്ചിട്ടാണോ? അല്ല, ബോംബെ പൂടല്ല വണ്ടിക്കകത്ത് മണി അടിച്ചോണ്ട് പോയപ്പോ അത് മേടിച്ച് കഴിച്ചു. ചിലപ്പോ ഇനി അതിന്റെ ആയിരിക്കും. എണ്ണം പിള്ളാടെ തങ്കം, തങ്കം, ഈ മോട്ടർ നിറഞ്ഞ് വെള്ളം കേറണം, ആരെങ്കിലും ഓപ്പി. എന്ത് ആൾക്ക് തങ്കം, എന്താണ് മോട്ടർ ഓഫ് ചെയ്യടി. ആ മോട്ടർ ഓഫ് ചെയ്ത് നീ അതാണ് കിടന്ന് ബഹളം ഉണ്ടാക്കും. പിന്നെ ആ ഓഫ് ചെയ്ത് വെള്ളത്തിന് കളഞ്ഞു പോയില്ല. നീ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ ഞാൻ അടുക്കളയിലല്ലേ. അവിടെ വേറെ ആരും ഇല്ലേ? ഇവിടെ എന്താ മച്ചമ്മേ? എടാ, മോട്ടർ നിറഞ്ഞ് വെള്ളത്തിന് കളഞ്ഞ നീ കണ്ടില്ലേ? കേട്ടു. അതെന്റെ പണിയല്ലല്ലോ, ഞാൻ എക്സസൈസിലായിരുന്നു. അല്ല, ആള് ഒരു തുള്ളി വെള്ളത്തിനുണ്ട് ആളുകൾ കഷ്ടപ്പെടുന്നു. ഏത് ഈ മഴയത്താ? എനിക്കെന്ത് കുഴപ്പം? നിർത്തിയല്ലോ, ഇത് വലിയ പാട്. നിങ്ങളുടെ കറണ്ട് നിങ്ങളെ വെള്ളം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന ആൾക്ക് വന്ന് നിർത്തിക്കൂടെ? ഇങ്ങനെ വിളിച്ചു പോണെന്തിനാ? അവൻ പറഞ്ഞ അവന് ജോലിയല്ലെന്ന്. സാധാരണ അതൊക്കെ മുത്താണ് ചെയ്യുന്നത്. അതിപ്പോ ആര് കണ്ടാലും അങ്ങ് ചെയ്യേണ്ട കാര്യമുള്ളൂ. മുത്തല്ലേ അതൊക്കെ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ മുത്തില്ലെന്നുള്ള കാര്യം മറന്നു. നീ എന്ത് ചെയ്യായിരുന്നു അവിടെ? എക്സസൈസ്. എന്തിന്? തടി കുറയാം. തടി കുറയ്ക്കുമല്ലോ. പറഞ്ഞ ഞാൻ തെറ്റുകാരനായി. ഇത് ചെയ്യുമെന്ന് പറയാം. കട്ട മസിലായിട്ട് വരും.
ഡോക്ടർ എത്ര നേരം കൊണ്ട് വിളിക്കണമെന്ന് അറിയാമോ ഇത് എന്തോ തങ്ക ഇത് എന്തേ? ഞാൻ എപ്പോഴായിരുന്നു വിളിക്കണ കക്കൂസ് ഇരുന്നിട്ട് ആ മോട്ടർ നിറഞ്ഞിട്ട് വെള്ളം കളഞ്ഞോണ്ടിരുന്നിട്ടില്ലേ ആ അത് നിർത്തിയല്ലോ, കക്കൂസിൽ നിന്ന് വിളിക്കണ അതാണെന്ന് ഞാൻ വിചാരിച്ചത്. അത് ഇപ്പോഴുള്ള വിളിയും മറിച്ചിട്ടല്ലേ പാറ്റേനെയും പല്ലിനെയും കണ്ട. അതല്ലെന്നേ വെള്ളം എന്തോ ഒരു ഒന്നാമത് വെള്ളത്തിന് ഷോർട്ടേജ് നമ്മളെ ഞാനിവിടെ ഒരു പണിയിലല്ലേ, ഞാനിത് ശ്രദ്ധിക്കുന്നു. അവൻ എന്താ അവിടെ പണി ചോദിച്ചു നോക്ക്. നിങ്ങൾ ഈ 1 മണിക്കൂറായിട്ട് അതിനകത്ത് കയറി ഇരുന്നാൽ എങ്ങനെയാ? ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിന്റെ കുറെ അടിയന്തര തീരുമാനങ്ങൾ പറയാനുണ്ട്. അതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ ഈ വെള്ളം നിറഞ്ഞു കളഞ്ഞത്. അതും മുടങ്ങി ഇതും മുടങ്ങി ആകെ മെനക്കേടായി. പിന്നെ മെനക്കേടന്നെ. എന്താ ഇത് പഴംപൊരി. അവന് പഴംപൊരി വേണോന്നും പറഞ്ഞ് ഒറ്റക്കാലേ നിൽക്കുന്നു. റൊണാൾഡോ ആ നീ അവന് കണ്ണി കണ്ടെല്ലാം ഉണ്ടാക്കി കൊടുക്ക്. എല്ലാവരും എടുക്കുക. എനിക്ക് രണ്ടെണ്ണതാ ചൂട് പഴംപൊരി കഴിച്ചിട്ട് കുറേ ആളായി. ഓ എൻ്റെ ഉള്ളിലാണെങ്കിൽ ആദ്യമായിട്ട് പാടില്ല. ഇത് കൊച്ചവിടെയല്ലേ, അതിന് ഏറ്റവും ഇഷ്ടം പഴംപൊരി ആയിരുന്നു. ഇത് ഉണ്ടാക്കണ്ടായിരുന്നു. ശരിടേ ഇതിപ്പോ കൊച്ചവിടെയാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊന്നും കഴിക്കണ്ടേ? നീ ഇതെന്തോ നങ്കം പറയണത്? വേണ്ട, നിന്റെ മോള് മാത്രമല്ല അവിടെ പഠിക്കാനുള്ളത്. അവിടെ ഹോസ്റ്റലിൽ 10-100 പിള്ളേർ അവരുണ്ട്. അതുങ്ങളെല്ലാം ഇതുപോലെ വീട്ടിൽ നിന്ന് വന്നാൽ അവർക്കെല്ലാം പല ഇഷ്ടങ്ങളും ഉണ്ടാവും. ഒക്കെ ശരിയാണ്. എന്നാലും അവക്ക് ആകെ ഇഷ്ടമുള്ളത് ഈ പഴംപൊരിയാ. പരിപ്പോട ഇഷ്ടമല്ല, ഉണ്ടംപൊരി ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. പഴംപൊരി ഇഷ്ടമായിരുന്നു. എനിക്ക് വയ്യ. നീ ഈ കൊച്ചിനെ അത് അവിടെ മര്യാദയ്ക്ക് ഒന്ന് പഠിക്കട്ടെ. നീ അത് ഇതൊന്നും പറഞ്ഞ ആവശ്യമില്ലാതെ ആലോചിച്ച് നിന്റെ ആരോഗ്യം കളയല്ലേ. കഴിച്ചോ, ചൂടാ. അല്ല അത് അനുസര അത് ഞാനും പറയാനായിട്ടിരിക്കുക തന്നെ. നീ ഒരു കാര്യം ചെയ്യ്, നാളെ നമുക്ക് എന്തായാലും അപ്പുകൂട്ട സാറിന് പോയി കാണാം. എന്ത് പറ്റി? അങ്ങോട്ട് പോണാ? ആടെ നീ പോണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഒരു കാര്യം ചെയ്യും, നമ്മൾ മുത്തിൻ്റെ ഒരു ഉടുപ്പും ചെരുപ്പും ഒക്കെ ഇവിടെ അന്ന് വെപ്രാളത്തിൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് എത്തി അതുകൂടെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല. എന്നാൽ പിന്നെ കുഴപ്പമില്ല, അത് ഞാൻ എത്തിച്ചേരാം. ഓഹോ ശരി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ മറ്റന്നാളത്തേക്ക് ആക്കാം അത്. ശരി. ഓക്കെടാ. ഓക്കെ. എന്ത് വലിയ സന്തോഷം. നമ്മുടെ അൻസാറെ വിളിച്ചതമ്മ. അവൻ്റെ കൊച്ചാപ്പാര മോള് നമ്മളെ മുത്തിൻ്റെ കൂടെ പഠിക്കണതാണ്. അപ്പോൾ അത് കൊച്ചിനെ കാണാൻ അവർ ഹോസ്റ്റലിൽ പോകണം. അവളെ ഒരു ഉടുപ്പും ചെരുപ്പും കൂടെ മറന്നു വെച്ചല്ല. അപ്പം ഞാൻ അതുകൂടെ കൊണ്ട് കൊടുക്കാം അവിടെ എത്തിക്കാനേ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യേ, പോകുന്ന വഴി ഒരു ഇത്തിരി രാസനാദിപ്പൊടി കൂടെ വാങ്ങിച്ചു കൊടുത്തു വിടും. അല്ല വെള്ളം മാറി കുളിച്ചതുകൊണ്ട് വല്ല പനിയോ ജലദോഷം അങ്ങനെ വന്നാലോ നല്ലതാ കൊച്ചിനെ. അമ്മ മുത്തിന് രാസനാദി കൊടുത്തു വിടാൻ പറയാ. മുത്തിനെങ്ങനെ രാസനാദി കൊടുത്തു? നമ്മുടെ അൻസാറിന്റെ കൊച്ചാപ്പാര മോള് ഉണ്ടല്ലോ ഇവിടെ പഠിക്കണ ഫൗസി. അപ്പൊ അതിനെ കാണാൻ അവര് പോണുണ്ട്. ആണാ? അപ്പൊ ഞാൻ പറഞ്ഞ അൻസാറിന്റെ അടുത്ത് ആ ചെരുപ്പ് ഉടുപ്പും കൂടെ അല്ലേ മറന്നു വെച്ചത്, അതുകൊണ്ട് കൊടുത്തുവിടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയണ ഇച്ചിരി രാസനാദിയും കൂടെ അവര് കൊണ്ടുവന്നു പറഞ്ഞു. അതിനൊന്നും കുഴപ്പമില്ല. ഭാഗ്യം, അവള് തുണി മിക്കത് ഇവിടെ ആയി പോയെന്നേ. കൊച്ചിന് അവിടെ ഉടുക്കാൻ തുണി കുറവായിരിക്കും. എന്നാ പിന്നെ അഞ്ചു തന്നെ വിളിച്ചോ. ഒരു ചക്ക ഇരിപ്പുണ്ട് അമ്മേ, വലിയ കാര്യമായിട്ട് മൂത്തിട്ടില്ല. അതങ്ങ് ചക്ക വറുത്തം ഉണ്ടാക്കി കുറച്ച് അതും കൂടി കൊടുത്തു വിടട്ടെ. എന്നാ ഒരു കാര്യം ചെയ്യേ, കനകന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇത്തിരി വാഴക്കയും കൂടെ വാങ്ങിക്കാം, ഏത്തക്ക, ഇത്തിരി ചിപ്സും കൂടെ ഉണ്ടാക്കി കൊടുക്കും. വെറുതെ ഇരിക്കുമ്പോ കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കാല്ലേ. അപ്പൊ എന്നാ എന്തായാലും ചക്ക വറുത്തം ഉണ്ടാക്കുന്നുണ്ട്. കൂടെ 5-6 കായും കൂടി കുറച്ച്. ചേച്ചി നേരിയ ചൂടേ ഉള്ളു ചേച്ചി. കവർ എടുത്തോ, അതിലോട്ട് ഇട്ട് വെക്കാം, പിന്നെ കെട്ടാം. അവർ നോക്കിയിട്ട് കണ്ടില്ല. ഇച്ചിരി വലുതാ, കുഴപ്പമുണ്ടോ? നല്ലതാണല്ലേ, നല്ല കവറാ. പിന്നെ കെട്ടായില്ലല്ലോ, നേരിയ വലിയ ചൂടില്ല, പിന്നെ കെട്ടിവെക്കാം അല്ലേ? എടി ഒരു വണ്ടി വിളിച്ചോണ്ട് പോയി നമുക്ക് എല്ലാവർക്കും കൂടെ കൊച്ചിനെ ഒന്ന് കണ്ടാലോ. എന്റെ അമ്മ എപ്പോഴും അങ്ങനെ കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. ജയിലാണോ അത്? ജയിലായിട്ടല്ല അമ്മ, നമ്മൾ അവളെ എന്തിനു പഠിക്കാനാ വിട്ടേക്കുന്നത്? അമ്മ പറയണ ഒരു വണ്ടി വിളിച്ച് അവളെ പോയി എല്ലാവർക്കും കൂടെ കണ്ടാലോ. എനിക്ക് എന്ത് കൊതിയുണ്ട്, അങ്ങോട്ട് കേറ്റൂല അമ്മേ. കൊച്ചിനെ കണ്ടിട്ട് നിന്നിട്ടിട്ടമ്മ. അവളെ ഡോക്ടറിന് പഠിക്കാനാ പോയേക്കുന്നത്. എനിക്കറിയാം, നിസ്സാര കാര്യമൊന്നും അല്ല, ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളിങ്ങനെ 24 മണിക്കൂറും അവളെ ഫോണും ചെയ്ത് അവളെ കാണാനും പോയി കഴിഞ്ഞാൽ ആ കൊച്ചെങ്ങനെ പഠിക്കും? എടി ഇവിടെ എങ്ങാണ്ട് ഒരു ചെറിയ ജോലിക്ക് എങ്ങാണ്ട് പോയാൽ പോരായിരുന്നു, ഒരു സർക്കാർ ജോലി വാങ്ങിക്കണമെന്ന് എനിക്കുള്ളായിരുന്നു. പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ആരാ അമ്മേ? ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ആദ്യം അവള് ചികിത്സിക്കുന്നത് അമ്മേനെ ആയിരിക്കും, ആദ്യത്തെ പേഷ്യന്റ് അമ്മ. എനിക്ക് പേഷ്യന്റ് ഒന്നും ആവണ്ട, എനിക്ക് എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടാൽ മതി. ഇതൊന്ന് തിന്നോക്കി അമ്മേ, എല്ലാം ആയിട്ടുണ്ടോന്ന് നോക്കിയടി. ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്.
ഭയങ്കര ഇഷ്ടമായിരിക്കും പെണ്ണിന്. ഇത് ഭയങ്കര മാങ്ങാച്ചാറ് കണ്ടാ പിന്നെ കറി ഒന്നും കൂട്ടൂല അവള്. എന്തോടെ നീലയുടെ വാരി കെട്ട് കൊടുങ്ങാളേക്ക് പോണം? മുത്തിനുണ്ട് കൊടുക്കേ. മുത്തിനാ? ഇത് എന്തോന്ന് തങ്കം? എന്തോന്ന് ഇത്? സത്യം, ഈ ചക്ക ഇങ്ങനെ മുഴുവനോടെ കൊടുക്കണ്ട. അവിടെ ആദ്യം ഇതാക്കി കൊടുക്കും, നമുക്കിത് മുറിച്ച് അല്ലിയാക്കി കൊടുക്കാം. അതാ നല്ലത്. അതായത് എന്തിന്റെ സൂക്കേടാണ് നിങ്ങൾക്കെല്ലാം? എന്താ ഒരാൾ ഒരു സാധനം കൊണ്ടുവന്ന് പറഞ്ഞാൽ അതെ നനഞ്ഞടം കുഴിച്ചോ, പക്ഷെ കുഴിച്ച് അതിനെ കിണറാക്കി കുളമാക്കരുത്. എന്താ ഇപ്പൊ കുഴപ്പം? അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞത് ഒരു എന്താ അത്യാവശ്യം ഒരു ഡ്രസ്സും 2 ചെരുപ്പും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഇതിന് ചക്കവറ്റലായിക്കോ? പിന്നെ ഇത് എന്തോന്ന് ഇതൊക്കെ എന്തോന്ന്? അത് ഇച്ചിരി അച്ചപ്പം, ഇച്ചിരി ഉണ്ട, അങ്ങനെ എല്ലാം ഇത്തിരി വെച്ചിട്ട്. നിങ്ങൾ എന്ത് മറ്റേ കല്യാണം കഴിഞ്ഞ് മറുവീടിന് പോണതാ? എല്ലാം കൂടെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോവാൻ. ക്ലീറ്റോ അവക്ക് വിശക്കണുണ്ടാവും. ക്ലീറ്റോ പിന്നെ കൊച്ചവിടെ പട്ടിണി കിടക്കല്ലേ? ഇതൊന്നും കിട്ടത്തില്ലല്ലോ അവിടെ. അത് വെറുതെ തിന്നോണ്ടിരുന്ന കൊച്ചാ. ഞാൻ വല്ലതും പറഞ്ഞാ കൂടിപ്പോവും. ഇതെല്ലാം വാരിക്കെട്ടി എങ്ങനെ കൊണ്ടുപോകും ഒരാള്? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാർ വിളിച്ചോണ്ട് നമുക്ക് എല്ലാം കൂടെ പോയാലോ? ഉമ്മച്ചനാണ് റേറ്റ് കുറച്ച് വരികയും ചെയ്യും. കാർ വിളിക്കണ്ട, ഒരു ലോറി വിളി. പണ്ട് കണ്ട സാധനം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ആ സ്ഥാപനം എന്ത് നിങ്ങളുടെ തോന്നിയ ദിവസം കാണിക്കാൻ പറ്റണതാ? അവിടെ കർശന നിയന്ത്രണമുണ്ട്. അവിടെ ആൾക്കാർ ചെല്ലണതിന് അവിടെ ചെന്നങ്ങ് കയറി കൊടുക്കുക. ഇതെല്ലാം കൊണ്ടോ സെക്യൂരിറ്റി കയറ്റി വിടുകയൊന്നുമില്ല. കൊച്ചിനെ കാണാനേ പറ്റണില്ല. അതിന് എന്തെങ്കിലും ഒരു സാധനം തിന്നാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അതും പറ്റൂല. നമ്മൾ അറിഞ്ഞുകൊണ്ടാണല്ലോ അതിനവിടെ പഠിക്കാൻ അവിടെ വിട്ടത്. കൊച്ചിനെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ, ഇത്ര ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്, തടസ്സങ്ങളുണ്ടെന്ന് അറിയാം. പിന്നെ അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ്? ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനം അവിടെ എത്തിച്ചാൽ പോരെ? തുടങ്ങി എന്തെങ്കിലും പറഞ്ഞാൽ ഇതായി. കഷ്ടപ്പെട്ടുണ്ടാക്കി എന്തോ ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം കൂടെ എടുത്തോണ്ട് നീ ഇതെല്ലാം കൂടെ ഞാൻ തന്ന് തീർക്കേണ്ടി വരും. നാലും മുത്തിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണല്ലോ. സാറേ, നാളെ രാവിലെ ഞാൻ വിളിക്കുമ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കണില്ല. എൻ്റെ പിന്നെ തറ ഇറങ്ങി. എന്ത് നിന്റെ പ്രശ്നം? പിന്നെ കൊച്ചിന്റെ ഫോട്ടോ നോക്കിയത് ഇവിടെ ഇവിടെ. അതിനിപ്പോ എന്ത്? കൊച്ചിന്റെ ഫോട്ടോ നോക്കിയിട്ട് കരയാൻ കാര്യം എന്ത്? നിങ്ങളൊക്കെ ഇങ്ങനെ നാനാ വഴിക്ക് ഇറങ്ങി പോകുമ്പോ എനിക്ക് അവളെ ഒരു കൂട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോ ഒരു കാര്യം പറയാൻ ആളില്ലാതായി പോയി. എന്റെ കൊച്ചു പോയി കഴിഞ്ഞപ്പോ. നീ എന്ത് തങ്ക ഈ പറയുന്നത്? ഇത് കുട്ടിക്കളിയാ? അവൾ എന്തിനാണ് പോയെന്നുള്ള കാര്യം നിനക്കറിയാലോ. അവള് ഒരു ആവശ്യത്തിന് പഠിക്കാനായിട്ട് പോയേക്കണേണ്, അല്ലാതെ തമാശ കളിക്കാൻ പോയേക്കണല്ല. പിന്നെ ശനിയാഴ്ചയല്ലേ കാണാൻ പോണ്ടത്? അല്ല ഞാൻ പറയട്ടെ, ശനിയാഴ്ച പോവാ, വ്യാഴാഴ്ച ആർക്കെങ്കിലും വയ്യാന്നും പറഞ്ഞ അവളൊന്ന് പോയി വിളിച്ചൊന്ന് കണ്ടാലോ? കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു. ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ പോയി കാണാൻ നിൽക്കണ്ട. അത് അതിനും ബുദ്ധിമുട്ടാണ്. അത് പഠിക്കാൻ പോയതാണ്, അതിന് ഒരുപാട് പഠിക്കാനുണ്ട്. ഇത്ര നാൾ പഠിച്ചതുപോലെ അല്ല ഇനി അത് പഠിക്കാനുള്ളത്. 5 വർഷം അത് ഇപ്പോൾ എൻട്രൻസ് എഴുതി അഡ്മിഷൻ കിട്ടി. 5 വർഷം ഇനി എവിടെയെങ്കിലും കോളേജിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ ആവാനുള്ളതാണ്. അത് ഇങ്ങനെ നമ്മൾ പോയി ശല്യം ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവൂ? ഈ ഡോക്ടർ ഒന്നും പഠിപ്പിക്കേണ്ടായിരുന്നു. അതിനെ വല്ല തൈരും പഠിപ്പിച്ച് അടുത്തെവിടെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു. അത് പഠിച്ചിറങ്ങി ഡോക്ടറായി കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നീ. ഡോക്ടർ അക്ഷയുടെ അമ്മ തങ്കം, ഡോക്ടർ അക്ഷയുടെ ഡാഡി ക്ലീറ്റോ, ഇതൊക്കെ കേൾക്കാൻ എന്തൊരു സന്തോഷമല്ലേടി. മാത്രമല്ല കൊച്ചി പറഞ്ഞില്ലേ, അവളിങ്ങനെ അകന്നകന്ന് നിൽക്കട്ടെ, ഇതൊക്കെ പഠിച്ച് അത് അവൾ സ്വന്തമായിട്ട് എല്ലാം ഒരു പ്രാപ്തയാവട്ടെ, പക്വതയാവട്ടെ അവൾക്ക്. ഇനി ഇത് കഴിഞ്ഞ് പഠിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ അവളെ കെട്ടിച്ചു വിടണം. അത് പിന്നെ വേറെ എവിടെയെങ്കിലും ആവട്ടെ. ഇപ്പൊ ഇത് പറ, വ്യാഴാഴ്ച ബുധനാഴ്ച എന്നെ ഒന്ന് കൊണ്ട് കാണിക്കും, ഇങ്ങനെ പറഞ്ഞാൽ മതി. അമ്മ ഒന്ന് ബാത്റൂമിൽ തെറ്റി വീണ് ഒന്ന് ജസ്റ്റ് കൊണ്ടൊന്ന് കാണിച്ചിട്ട് തിരിച്ചങ്ങ് വിടാന്ന് പറ അവരോട്. പിന്നെ ഭയങ്കര ഐഡിയ തന്നെ.
തങ്കം നീ മര്യാദ നിനക്ക് ഈ വിദേശികൾ അറിയാമോ? അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിനങ്ങ് വിടുകയാണ്. കണ്ടിട്ടില്ലേ കൊച്ചു പിള്ളേർ വന്ന് രാജ്യം മുഴുവൻ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരണത്. അതുപോലെ ശീലം അതൊക്കെ നമ്മളിങ്ങനെ ആക്കണം. ഇപ്പം ഞാൻ എന്തായാലും ഒരു കാര്യം വിദേശിയല്ല. ഞാനൊരു കാര്യം എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിൽ പോയി കാണലില്ല. ഇനി മാസത്തിൽ ഒരു ദിവസം നമ്മൾ പോയി കാണുന്നു, അത്രേ ഉള്ളൂ. മതി. മാസത്തിൽ ഒരു ദിവസം മതി. കിടന്നുറങ്ങ്. ചുമ്മാ കൊച്ചിനെ പഠിക്കാനും സമ്മതിക്കാതെ. അവളെടുത്ത തീരുമാനമല്ലേ. അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം അങ്ങനെ വേണമെന്നെല്ലാം പറഞ്ഞത്. നമ്മളായിട്ട് അതിനെ മുടക്കണ്ട. മാസത്തിൽ ഒരു ദിവസം നമ്മൾ പോയി കാണും, അത്ര കാണൽ മതി. ഓ ഭയങ്കര തളർച്ചയാ. ഓ ഭയങ്കര ആയിരിക്കും. ഈ അമ്മയുടെ എല്ലാം എനിക്കും കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യം ഇതൊക്കെ. എന്തോ പ്രാണിയൊക്കെ. ഇതെന്താ അമ്മ, ഇത് എന്ത് പ്രാണിയാ? ഓ ഇവിടെ ഇരിക്കുവായിരുന്ന മടുക്കുകയാണ്. ഭർത്താവിനാണ് ചില സമയത്ത് ആലോചിക്കും ഈ കുപ്പായം എല്ലാം കൂടെ ഊരി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളെ ശരീരത്തിൽ ഈ ജനസേവനത്തിൻ്റെ ചോര ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അത് സമ്മതിക്കൂല. മടുത്ത്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടാ മീറ്റിംഗ്? ഈ മാസമായിട്ടാണ് ഇത്രയും കൂടുതൽ. അല്ല, ഏത് മാസമായാലും രാഷ്ട്രീയക്കാരൻ്റെ ഇങ്ങനെ തന്നെ. അതല്ലേ, അത് മുതിർന്ന നേതാക്കന്മാർ അവിടെ ഇരുന്നിട്ട് നമുക്ക് അവിടെ ഒരു സമ്മേളനം ഇവിടെ ഒരു സമ്മേളനം പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഉണ്ട്, അടുത്ത വീണ്ടും ഉണ്ട്, അടുത്ത മറ്റന്നാൾ സമ്മേളനം ഉണ്ട്. എല്ലായിടത്തും ക്ലീറ്റോ ചേട്ടൻ തന്നെ പോകാൻ വേണം അല്ലേ? പോയില്ലെങ്കിൽ അച്ഛനൊക്കെ എങ്ങനെ സസ്പെൻഡ് ചെയ്തു. കൊള്ളാം. ഈ സ്ഥാനത്തൊക്കെ നിക്കണല്ലേ മോളെ. കൊല്ലത്ത് എവിടെയായിരുന്നു? കൊല്ലത്ത് പിന്നെ കൊല്ലത്ത് എടാ കൊല്ലത്ത് എവിടെയെന്നാ ചോദിച്ചു. കൊല്ലത്ത് മൈതാനത്തിന്റെ മാനാഞ്ചിറ മൈതാനം. നാലാഞ്ചിറയാണെങ്കിൽ തിരുവനന്തപുരത്ത്, മാനാഞ്ചിറയാണെങ്കിൽ കോഴിക്കോട്. നീ പോയത് കൊല്ലത്താണെന്ന് പറയുന്നു. ആശ്രാമം മൈതാനം. ശ്രമം നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാണണം. എല്ലായിടത്തും അതൊന്ന് കാണേണ്ടതാണ്. അയ്യോ, ഇന്നത്തെ മീറ്റിംഗ് ഇന്ന് എന്തൊക്കെ ക്ലീറ്റോനെ പറ്റി എന്തൊക്കെ എറണാകുളത്തുള്ള ഒരു നേതാവ്, വലിയ നേതാവ് കേട്ടാ, അറുമുഖം പിള്ള, എന്നെ പറ്റി ഇന്ന് പറഞ്ഞത് കേൾക്കണം. പറഞ്ഞത് കേട്ടപ്പോ എന്റെ പെറൊക്കെ തുളിര് പോയി. ഓ എന്റെ പൊന്നുമോളെ, അടുത്ത ഇതേപോലുള്ള മീറ്റിങ്ങിന് എനിക്ക് കാണണമെന്നുണ്ട്. നമുക്കൊന്ന് പോകണം. നമുക്കൊന്ന് ഉയർത്തിരിക്കണമല്ലോ. മറ്റന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് പോവാലോ. അല്ല, മറ്റന്നാളത്തെ മീറ്റിംഗ് എന്താ വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ കുളത്തൂപ്പുഴ വെച്ചുള്ള മീറ്റിംഗ് ആണ്. അവിടെ മുതിർന്ന നേതാക്കന്മാരൊന്നുമില്ല. മുതിർന്ന നേതാക്കന്മാരുണ്ടെങ്കിലേ എന്നെ കുറിച്ച് അവർ പറയുള്ളൂ. അങ്ങനെയുള്ള മീറ്റിങ്ങിന് അമ്മയെ കൊണ്ടുപോകാം. ഈ മീറ്റിങ്ങിന് ക്ലീറ്റോനെ പറ്റി പറഞ്ഞോ? ഈ മീറ്റിംഗിൽ ക്ലീറ്റോനെ പറ്റി പറഞ്ഞോ? പറഞ്ഞതൊക്കെ കേൾക്കണമെങ്കിൽ അൻസാറിനോടൊക്കെ ചോദിച്ചു വെക്കണം. അന്ന് ആ നമ്പർ, ആ ഫോൺ അൻസാർക്കാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മുടെ അൻസാറല്ലത്. അൻസാർ വന്നില്ല. ആൻസർ അല്ലടി, ഇത് വേറെ. കൊല്ലത്ത് നമ്മളെ യൂത്ത് വിങ്ങിന്റെ ഒരു അൻസാറുണ്ട്. അത് അൻവറല്ലേ? പിന്നെ നടരാജനത്താ ഞാൻ ചോദിക്കട്ടെ. അതല്ലേ, മുത്തുലക്ഷ്മിക്ക് എന്തോ വയ്യായിക വീണ് കാല് ഉളുക്കിയിട്ട് അങ്ങനെ നടരാജൻ വന്നില്ല. അന്ന് മറ്റേ പുരുഷ ചേട്ടനെ വിളിച്ചു ചോദിക്കാം. പുരുഷ വന്നിട്ട് ഉടനെ അങ്ങ് പോയി. അപ്പൊ ഇവിടെ ആരും വന്നില്ലേ? അതല്ലേ കുഴപ്പം. മുഴുവൻ പഴിയും ഞാൻ കേൾക്കണം ഇവിടെ ഉള്ളവന്മാര് വരാത്തേന്. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ എന്തൊരു കഷ്ടപ്പാട്. അറിഞ്ഞു പോയതിന്റെയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നിങ്ങൾ അറിയുമല്ലോ. പിന്നെ എങ്ങനെ അറിയായിരിക്കും? സമ്മേളനം നിയന്ത്രിക്കാൻ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം ഇവിടെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആ മെയിൻ ഗേറ്റിന്റെ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി. ക്ലീറ്റോ മതി ഉരുണ്ടത് കേട്ടോ. കൊള്ളൻ ചതിയൻ. എടാ, കഴിഞ്ഞ ദിവസം എനിക്കൊന്നും വിഷമം വന്നിട്ട് പാടില്ല. കുഞ്ഞിനെ മാറി ഇരുന്നിട്ട് എന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കും. മുത്തിനെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കും ക്ലീറ്റോ, എനിക്ക് കൊതിയാണ്, എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നില വിളിച്ച്. അപ്പൊ ക്ലീറ്റോ, നീ എന്താ കാണിക്കുന്നത്? അവള് പഠിക്കാൻ പോയേക്കുന്നതല്ലേ, ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി ശല്യപ്പെടുത്തി എങ്ങനെയാ അവളുടെ പഠിത്തത്തിലുള്ള ശ്രദ്ധ പോകും. ഇനി ഇവളിവിടെ ഉണ്ടാവോ? അവളെ കല്യാണം കഴിപ്പിച്ചു വിടണം. അവള് ഡോക്ടറായാൽ പിന്നെ ഇങ്ങോട്ട് വരുമോ? അവള് സ്വതന്ത്രയാവട്ടെ. നീ ഇങ്ങനെ കിടന്ന് അവളെ കൊണ്ട് ഇനി മേലാല് മാസത്തിൽ ഒരു പ്രാവശ്യം പോകാൻ പാടുള്ളൂ. അതിനിപ്പോ ആര് പോയി? അയ്യോ, അവിടെ എല്ലാ ദിവസവും പോയിട്ട് 5 മിനിറ്റ് എന്ന് പറഞ്ഞു നിൽക്കുന്നു. അവിടെ ഞാൻ മാഡം വിളിച്ചിട്ടുണ്ടായി. അക്ഷയുടെ ഡാഡിനോട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറഞ്ഞു. ആ പരിസരത്തിന് കണ്ടുപോരുന്നു. ഒരാഴ്ചയായിട്ട് 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റിനെ പോയി ശല്യപ്പെടുത്തലാ പണി. അയാൾ അവസാനം ചീത്തയും പറഞ്ഞാ വിട്ടോന്ന് പറഞ്ഞു. എവിടെ മീറ്റിംഗ് എന്ന് പറഞ്ഞു? കുളത്തൂപ്പുഴ. എനിക്കും എന്റെ കൊച്ചിനെ കാണണ്ടേ?
Aliens.